ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് അധികം എണ്ണ ഉപയോഗിക്കാതെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മസാല വേണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി. ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ പച്ച പെരിഞ്ജീരകമാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക്, കൂടെ കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടെ ചേർത്ത് ഇത് നല്ലോണം അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട. ഉള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ വെള്ളത്തിൽ തന്നെ ഇത് അരഞ്ഞു വന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. അര കിലോ ചിക്കൻ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് പുരട്ടി വെക്കണം. ഏകദേശം 30 മിനിറ്റിലിരുന്ന് 1 മണിക്കൂർ വരെ ഈ മസാല പുരട്ടിയ ചിക്കൻ അങ്ങനെ ഇരിക്കണം. എങ്കിൽ മാത്രമേ ഈ മസാലയെല്ലാം ഈ ചിക്കനിൽ നല്ലോണം പിടിക്കത്തുള്ളൂ. ഈ സമയത്ത് നമുക്ക് മുളക് പൊടി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഞാനങ്ങനെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്താണ് ഇത് പുരട്ടി വെച്ചിരുന്നത്. ഒരു മണിക്കൂർ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ നേരെ തന്നെ അടുപ്പിലോട്ട് അങ്ങ് വെക്കുവാണ്. ഇതിലേക്കൊന്നും എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം അടുപ്പ് കത്തിച്ച് വെക്കുമ്പം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്ന് വേവുന്ന വരെ നമ്മളിത് ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. അപ്പം കുറേശ്ശെ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ചിക്കൻ അതിനകത്ത് നിന്നും വെന്ത് അതേപോലെ തന്നെ ആ വെള്ളം വറ്റി വരണം. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കനിൽ നിന്നും നിറയെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് ചിക്കൻ ഒന്ന് വേവണം. അതേപോലെ തന്നെ ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരികയും വേണം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ വറ്റി ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുന്നത് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ്. അടുത്തതായിട്ട് ചേർക്കുന്നത് വറ്റൽമുളക് പൊടിച്ചതാണ്. നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇത് തുറന്ന് വെച്ച് ഫ്രൈ ആക്കി എടുക്കണം. ചിക്കൻ ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ ചട്ടിയേക്കാട്ടിലും നല്ലത് ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ്. ചിക്കൻ ഇതേപോലെ ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതേപോലെ ഇനിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.